2012 യൂണിവേഴ്സിറ്റി ഓഫ് അരിസോണയിൽ നടന്ന ഒരു പഠനമനുസരിച്ച് നമ്മുടെ സ്മാർട്ട് ഫോണുകളിൽ ഒരു ടോയ്ലറ്റ് സീറ്റിൽ കാണുന്നതിനേക്കാളും 10 ഇരട്ടി ബാക്ടീരിയകളും മൈക്രോബ്സും ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നീട് ടൈം മാഗസിനൊക്കെ അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. അതിനകത്തെല്ലാം ഇതിനേക്കാളും വിചിത്രമായ കണ്ടെത്തലുകളാണ് ഉണ്ടായത്. അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ ശരിക്കും പറഞ്ഞാൽ ബാക്ടീരിയകളുടെയും മൈക്രോബ്സിൻ്റെയും വൈറസിൻ്റെയൊക്കെ ഒരു ചെറിയ ക്രാഡിലാണ്. ഇവൻ എന്തിനാണ് ഈ രാവിലെ തന്നെ വന്ന് ദുരന്തം പറയുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ദുരന്തം പറഞ്ഞല്ല കേട്ടോ, ഈ കൊറോണ കാലത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനുകളിൽ ഒന്നാണിത്. ഈ ലോക്ക്ഡൗൺ കാലത്ത് നിങ്ങൾ വെളിയിലിറങ്ങുമ്പോഴും ഈ ലോക്ക്ഡൗണിന് ശേഷം നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് വരുമ്പോഴും കുറച്ച് നാളത്തേക്ക് ഒത്തിരിയേറെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സംഗതിയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ഇടുക്കി, കോട്ടയം ജില്ലകളിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ. ഞാനൊരു ഇടുക്കിക്കാരനാണെന്ന് നിങ്ങളിൽ ചില ആളുകൾക്കറിയാം. ഞാനൊരു ഇടുക്കി സ്വദേശിയാണ്. കോട്ടയം ജില്ലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു ഇത്ര നാൾ. ഈ 2 ജില്ലകളിലും ഇനി കേരളത്തിനും മറ്റ് ചില ജില്ലകളിലും കൊറോണ കേസുകളൊക്കെ ഇപ്പോൾ ന്യൂട്രൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവിടെയെല്ലാം അല്പം കൂടെ ലിബറൽ ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരും. അതായത് ആളുകൾക്ക് കുറച്ചും കൂടെ പുറത്തിറങ്ങി നടക്കാവുന്ന ഒരു സാഹചര്യം വരും. അപ്പോഴാണ് നമ്മൾ ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒരു കടയിൽ പോകുമ്പോൾ തൊട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വരെ നമ്മുടെ കയ്യിൽ മിക്കപ്പോഴും ഉണ്ടാകുന്നൊരു സംഗതിയാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. കണ്ടാമിനേഷൻ ഉണ്ടാവാനായിട്ടുള്ളൊരു വലിയ ബാക്ക് ഡോറാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെക്കുറിച്ച് വലിയ ശാസ്ത്രീയമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ഞാനിപ്പോൾ നൽകുന്നില്ല. ഏറ്റവും ചെറിയ എക്സ്പ്ലനേഷൻ ഇതാണ്: നിങ്ങളുടെ കയ്യിൽ എപ്പോഴും സ്മാർട്ട് ഫോൺ ഉണ്ട്. അതാണ് കണ്ടാമിനേഷനുള്ള ഏറ്റവും വലിയ കാരണം. ഇനി ക്രോസ് കണ്ടാമിനേഷനെ കുറിച്ച് ഒരു അടിപൊളി വീഡിയോ വിദേശിയായിട്ടുള്ള ഒരു നേഴ്സ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. ഇംഗ്ലീഷിലാണ് ആ വീഡിയോ. അതിനകത്തും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുകൊണ്ടാണെന്ന്. കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് വെച്ചുകൊണ്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ നിങ്ങൾ വെള്ളത്തിൽ മുക്കിടുക, ബ്ലീച്ച് മുക്കി പൊക്കുക, ഇങ്ങനെയുള്ള കലാപരിപാടികളിലോട്ടൊന്നും പോകരുത്. ഇനി ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് റബ്ബുകളോ സ്പ്രേകളോ ഒന്നും ഇതിൻ്റെ മേലെ തളിക്കുകയും ചെയ്യരുത്. സ്മാർട്ട് ഫോൺ ക്ലീൻ ചെയ്യാൻ അതിൻ്റേതായ ഒരു രീതിയുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ഹെൽത്തിനെ ബാധിച്ചേക്കാം. എന്താണ് ഞാനീ പറഞ്ഞത്? അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഇനി പറയുന്നുണ്ട്. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായ ഹാരസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡ്യു. നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന ഒട്ടുമിക്ക എല്ലാ ഹാൻഡ് സാനിറ്റൈസറുകളിലും പ്രൊപ്പനോളും അതുപോലുള്ള ഹാർഷ് കെമിക്കൽസിൻ്റെയൊക്കെ പ്രസൻസ് ഉണ്ട്. ഇനി ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് റബ്ബുകളുടെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഇവിടെയും ആൽക്കഹോളിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. ഇത്രയും ഹാർഷായിട്ടുള്ള കെമിക്കലുകൾ നേരെ നമ്മുടെ സ്മാർട്ട് ഫോണിലോട്ട് അപ്ലൈ ചെയ്യുന്നത് ഒരിക്കലും ബുദ്ധിയായിരിക്കില്ല. അതിൻ്റെ കാരണം പറഞ്ഞുതരാം. ഇന്ന് നമ്മുടെ സ്മാർട്ട് ഫോണുകൾ പൊതുവേ നിർമ്മിച്ചിരിക്കുന്നത് ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോഡി ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ 2 ബോഡി ടൈപ്പുകളിലും ഇതിൻ്റെ പുറമെ എന്തെങ്കിലും ഒരു കോട്ടിങ് ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തിനുള്ള കോട്ടിങ്? ഗ്ലാസ് ബോഡിയിലും പ്ലാസ്റ്റിക് ബോഡിയിലും ഈ ഫിംഗർ പ്രിൻ്റ് വന്ന് പതിയാതിരിക്കാനും ഇനി P2I പോലെയുള്ള വാട്ടർ അല്ലെങ്കിൽ സ്പ്ലാഷ് റെസിസ്റ്റൻറ്റ് മെക്കാനിസം എനേബിൾ ചെയ്യാനും വേണ്ടി ചില കെമിക്കൽ കോട്ടിങ്ങുകളുണ്ടായിരിക്കാം. അവയുടെ മേലോട്ട് നമ്മൾ ഈ ആൽക്കഹോൾ റബ്ബെല്ലാം കൂടെ കയറി ഒത്തിരി അങ്ങ് പെരുമാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂറബിലിറ്റി വരെ ക്വസ്റ്റനിലാവും. മെറ്റാലിക് ബോഡിയുള്ളൊരു സ്മാർട്ട് ഫോണാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിലോ കാര്യങ്ങൾ അല്പം കൂടെ സങ്കീർണമാവും. 7ാം ക്ലാസ് നമ്മൾ പഠിച്ച കെമിസ്ട്രി. യെസ്, മെറ്റൽസ് റിയാക്ട് ഫാസ്റ്റർ വിത്ത് കെമിക്കൽസ്. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ കളർ ഫെയ്ഡ് ആവുക, അതുപോലെ തന്നെ ഇതിൻ്റെ പുറമെ എന്തെങ്കിലും കോട്ടിങ്ങുകളുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് മെറ്റാലിക് ബോഡി ഉണ്ടെങ്കിൽ അല്പം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഇതെങ്ങനെ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞുതരാം. എൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു റിക്വസ്റ്റ്. നിങ്ങൾ പൊതുവേ ഫോണിന് കേസ് ഇടുന്നൊരു സ്വഭാവം ഇല്ലാത്ത ആളാണെങ്കിൽ ഈ കൊറോണ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ശീലം വളർത്തിയെടുക്കുന്നത് നല്ലതാണ്. കാരണം ഇത് ക്ലീൻ ചെയ്യാൻ ഇച്ചിരി എളുപ്പമാണ്. ഇനി എങ്ങനെ ക്ലീൻ ചെയ്യണം? അതിന് വേണ്ട എന്തൊക്കെയാണ്? അല്പം സോപ്പ് സൊല്യൂഷൻ. അതെങ്ങനെ ഉണ്ടാക്കണം? വളരെ സിമ്പിളാണ്. അതിനെക്കുറിച്ച് ഇഷ്ടം പോലെ വീഡിയോകൾ ഇൻ്റർനെറ്റിലുണ്ട്. പിന്നെ വേണ്ടത് ഒരു മൈക്രോ ഫൈബർ ക്ലോത്താണ്. ഈ 2 സംഭവങ്ങളും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സംഘടിപ്പിക്കാവുന്നേ ഉള്ളൂ. ഇനി മൈക്രോ ഫൈബർ ക്ലോത്ത് ഒരു റെക്കമെൻഡേഷൻ മാത്രമാണ്. നിങ്ങൾക്കത് ലഭിച്ചില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ക്ലോത്ത് എടുക്കാൻ കഴിയും. ഇനി മറ്റ് ക്ലീനിങ് വൈപ്പുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. ക്ലീനിങ് പ്രോസസ്സ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു റെക്കമെൻഡേഷൻ: ബ്രേക്ക് ദ ചെയിൻ. നിങ്ങൾ വെളിയിൽ എവിടെയെങ്കിലും പോയിട്ട് വന്നാണ് നിങ്ങളുടെ ഫോൺ ഒന്ന് ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ ആദ്യമേ നിങ്ങളുടെ കൈ ഒന്ന് സാനിറ്റൈസ് ചെയ്യുക. അതിനുശേഷം ഫോണിലോട്ട് പോവുക. എന്ത് ചെയ്യണം? ആ സോപ്പ് സൊല്യൂഷനിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈക്രോ ഫൈബർ ക്ലോത്ത് ഒന്ന് മുക്കുക. അതൊന്ന് ഡ്രെയിൻ ചെയ്തതിന് ശേഷം വളരെ ജെൻറ്റിലായിട്ട് സ്മാർട്ട് ഫോണിൻ്റെ മേലെ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും പോർട്ടുകളോ ഹോളുകളോ, അതായത് വെള്ളം അകത്ത് കയറാനുള്ള ചെറുതായിട്ടെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ വളരെ ജെൻറ്റിലായിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഫോണിൻ്റെ താഴെ ഭാഗം ഏറ്റവും അവസാനം വെക്കുക.
എൻ്റെ ഈ സ്മാർട്ട് ഫോണിൽ ഞാനൊരു സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വളരെ ലിബറലായിട്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ചെയ്തേക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഇയർപോർട്ടിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഏറ്റവും അവസാനം വളരെ ജെൻറ്റിലായിട്ട് വേണം താഴത്തെ ആ പോർട്ടുകളുള്ള ഏരിയ നിങ്ങളൊന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട്. വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നുമില്ലെന്നേ. കാര്യം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമ്മൾ സോപ്പ് സൊല്യൂഷൻ വളരെ ജെൻറ്റിലായിട്ട് സ്മാർട്ട് ഫോണിൻ്റെ മേലെ ഒന്ന് അപ്ലൈ ചെയ്യണം. അതിനുശേഷം എന്തെങ്കിലും ഒരു വൈപ്പ്, ഞാനിവിടെ ഉപയോഗിച്ചൊരു ടിഷ്യൂ പേപ്പറാണ്, ആ വൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ജെൻറ്റിലായിട്ട് ഫോണിൻ്റെ മേലെയുള്ള സോപ്പ് സൊല്യൂഷൻ എല്ലാം ഞാൻ റിമൂവ് ചെയ്തു. അതിനകത്ത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പോർട്ടിൻ്റെ ഏരിയയാണ്, അവിടെ ഞാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരുന്നു എന്തെങ്കിലും രീതിയിൽ സോപ്പ് സൊല്യൂഷൻ അവിടെ എവിടെയെങ്കിലും സ്റ്റക്കായിട്ടുണ്ടോ എന്ന്. ഒന്നുമില്ല. അതെല്ലാം നോക്കി ചെയ്യുക. സിമിജെറ്റർ ടൂളിൻ്റെ അവിടുത്തെ ആ ചെറിയ ഹോളും എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഈ കഴിഞ്ഞ ഇടയ്ക്ക് BBC ന്യൂസിൽ ഹൗ ടു ക്ലീൻ യുവർ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ വന്നിരുന്നു. അവിടെ പറഞ്ഞതും ഇതേ മെത്തഡോളജി തന്നെയാണ്. ആ വീഡിയോ കാണാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും കൊടുത്തേക്കാം. ആ വീഡിയോയുടെ ഏറ്റവും അവസാനം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും, ഫോൺ ഇങ്ങനെ ക്ലീൻ ചെയ്തതിന് മുന്നേ ബാക്ടീരിയൽ പ്രസൻസ് വളരെ കൂടുതലായിരുന്നു. എന്നാൽ ഇങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം ബാക്ടീരിയൽ പ്രസൻസ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വളരെ കുറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കേസ് ക്ലീൻ ചെയ്യുന്ന കാര്യത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ സ്മാർട്ട് ഫോൺ കേസിൻ്റെ കളർ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സോപ്പ് സൊല്യൂഷൻ ഉപയോഗിച്ചത്. ഇല്ലെങ്കിൽ ഏത് കെമിക്കൽ ഉപയോഗിച്ചാണെങ്കിലും എനിക്കിത് ക്ലീൻ ചെയ്യാം. പക്ഷേ എന്തെങ്കിലും പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു കേസ് ആണെങ്കിൽ ഒരു കാരണവശാലും അത് കെമിക്കലുമായിട്ട് കോൺടാക്റ്റിലോട്ട് വരുത്തരുത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെയോ സ്പൗസിൻ്റെയൊക്കെ ഫോട്ടോ പ്രിൻ്റ് ചെയ്തിട്ടുള്ള കേസുകളുണ്ടായേക്കാം. അങ്ങനെയുള്ള എന്തെങ്കിലും പ്രിൻ്റ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് കെമിക്കലുമായിട്ട് കോൺടാക്റ്റിലോട്ട് വരുത്തരുത്. അത് അതിൻ്റെ കളർ ഫെയ്ഡ് ആവുന്നതിനും ഈവൻ അത് അവിടെ നിന്ന് മാഞ്ഞു പോകാനുള്ള സാധ്യത വരെ ഉണ്ട്. ഈ വീഡിയോ നമ്മുടെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. എന്നിട്ടും എന്തിനാണ് മോണിറ്റൈസേഷൻ ഓൺ ആയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വീഡിയോയിൽ നിന്ന് വരുന്ന എല്ലാ റവന്യൂ ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലോട്ടാണ് പോകുന്നത്. അതായത് ഇപ്പോൾ ഉള്ള ഈ കൊറോണ വൈറസ് പ്രശ്നമൊക്കെ ഒന്ന് അവസാനിപ്പിക്കാനായിട്ട് നമ്മുടെ സൈഡിൽ നിന്നും ചെറിയൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ ഭാഗമാകാൻ കഴിയും. ഈ വീഡിയോ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുക. അവർ കാണുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും പരസ്യം ഓടിക്കഴിഞ്ഞാൽ ആ റവന്യൂ മൊത്തം നമ്മുടെ സ്റ്റേറ്റിനാണ് പോയി ചേരുന്നത്. വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടാൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള ധാരാളം വീഡിയോകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാൻ കഴിയും. ഈ വീഡിയോ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നിങ്ങളുടെ കൂട്ടുകാരും ഇങ്ങനൊരു സംഗതിയെക്കുറിച്ച് അറിയട്ടെ. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്, സൈനിങ് ഓഫ് ഫോർ നൗ.